തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ സമ്പ്രദായത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോക്കൂ. ദേഹദേഹികളൊത്തായി ചേർന്ന് അരുൾബോധത്തോടെ ദേഹത്തിലിരിക്കുന്നു നന്മയ്ക്കായി. പ്രാണനോട് ചേർന്നിരിക്കുന്ന ദേഹി ദേഹമായി പരിണമിക്കും. നേരിനെ അറിയാതുള്ളവർ ഭ്രാന്തർക്ക് തുല്യരാകും. അപ്പോൾ നേരിനെ അറിയുക. അങ്ങനെ നേരിനെ അറിയാൻ കഴിഞ്ഞവർ ബോധത്തെ അറിഞ്ഞവരായിരിക്കും. ബോധത്തെ അറിഞ്ഞവർ ശിവനെ അറിഞ്ഞവരായിരിക്കും. ശിവനെ അറിഞ്ഞവർ സ്നേഹത്തെ അറിയുന്നവരായിരിക്കും. സ്നേഹത്തെ അറിഞ്ഞവർ സാക്ഷാൽ പരമാത്മാവിനെ ശിവത്തെ അറിഞ്ഞവരായിരിക്കും. അപ്പോൾ നേരറിയുക, അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നാം എല്ലാം നേരിനെ അറിയുന്നില്ല. അതാണ് നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണം. നേരിനെ, സത്യത്തെ അറിയുക. സത്യം എന്നാൽ വെച്ചാൽ എന്താണ്? സത്യം എന്നത് ഞാൻ ശിവനാണ്, ശിവോഹം. ആ നേരിനെ അറിയുക. അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ. ഈ തത്വത്തെ അറിയുക, സോഹത്തെ അറിയുക. സോഹത്തെ, ഞാനും ഗുരുവും ശിവനും എല്ലാം ഒന്നാണ് എന്ന സത്യത്തെ ആരാണോ അറിയുന്നത് അവർ നേരിനെ അറിഞ്ഞവരായിരിക്കും. നോക്കൂ, ദേഹികളൊത്തായി ചേർന്ന് ഉൾബോധത്തോടെ ദേഹത്തിലിരിക്കുന്നു. അപ്പോൾ ദേഹവും ദേഹികളൊത്തായി ചേർന്ന് അരുൾബോധത്തോടെ ദേഹത്തിലിരിക്കുന്നു. അപ്പോൾ ഈ അരുൾബോധം നമ്മുടെ ദേഹത്തിലാണ് കുടികൊള്ളുന്നത്. നാം എപ്പോഴും പറയാറുണ്ട് ദേഹം ശിവാലയമാണെന്ന്, ശിവൻ്റെ ഇരിപ്പിടമാണെന്ന് പറയാറുണ്ട്. ഇവിടെ ദേഹത്തിൽ ദേഹവും ദേഹിയും ഒത്തായി ചേർന്നിരിക്കുമ്പോൾ അവിടെ എന്ത് നിറയുന്നു? അരുൾബോധം നിറഞ്ഞിരിക്കുന്നു. ഈ അരുൾബോധത്തെ കണ്ടെത്തുക. നാം മറന്നുപോയ ആ അരുൾബോധത്തെ തിരിച്ചറിയുക മാത്രം ചെയ്താൽ മതി. അത് മറഞ്ഞിരിക്കുകയാണ്, മലം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ഈ മലത്തെ മാറ്റുമ്പോൾ അരുൾബോധം തെളിഞ്ഞ് വരും. സാധനാവേളയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓരോ മലങ്ങളും ആണവം, കർമ്മം തുടങ്ങിയ മായാമലങ്ങളെല്ലാം തന്നെ മാറി വരുമ്പോൾ അരുൾബോധം 1000 സൂര്യന്മാരെ പോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതായിട്ട് സാധകൻ അനുഭവപ്പെടും. പ്രാണനോട് ചേർന്നിരിക്കുന്ന ദേഹി ദേഹമായി പരിണമിക്കും. പ്രാണനോട് ചേർന്നിരിക്കുന്ന ഈ ആത്മാവ് തന്നെയാണ്, ഈ ബോധം തന്നെയാണ് ദേഹമായിട്ട് ചേർന്ന് പരിണമിച്ചിരിക്കുന്നത്. അപ്പോൾ ദേഹം എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. അതിലെ ക്ഷേത്രജ്ഞനാണ് ശിവൻ. ഈ നേരിനെ അറിയാതുള്ളവർ ഭ്രാന്തർക്ക് തുല്യരാകും. ഈ സത്യം അറിയാത്തവർ ഭ്രാന്തന്മാരെ പോലെ മായാബന്ധത്തിൽപ്പെട്ട് കഴിയുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ നേരറിയുക, എന്നെ ഞാൻ അറിയുക എന്നുള്ളതാണ് സത്യം. എന്നിലെ ശിവനെ തിരിച്ചറിയുക, എന്നിലെ ഞാനേ അസ്ഥി, ഞാനുണ്ട് എന്നുള്ളത്. പിന്നെ ഭാതി, അതിൻ്റെ പ്രകാശം. പിന്നെ അതിൻ്റെ സ്നേഹം, പ്രിയം. അസ്ഥി, ഭാതി, പ്രിയം. ഈ 3ഉം സ്വാനുഭവത്തിലാക്കാൻ കഴിഞ്ഞാൽ അയാൾ നേരിനെ അറിഞ്ഞിരിക്കും. ഇത് ഉൾബോധത്തിൻ്റെ, അരുൾബോധത്തിൻ്റെ 3 സ്വഭാവവിശേഷങ്ങളാണ്. അപ്പോൾ എന്നിലെ എന്നെ അറിയുക, എന്നിലെ ശിവനെ അറിയുക, എന്നിലെ ഗുരുവിനെ അറിയുക. അങ്ങനെ ഗുരുവിനെ അറിയുമ്പോൾ, ശിവനെ അറിയുമ്പോൾ നാം നമ്മളെ തന്നെ
അറിയുന്നു. ഇത് തന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ആഗമഗ്രന്ഥങ്ങളും പറയുന്നത്. ഇത് ഏറ്റവും ലളിതമായിട്ട് ആധുനിക കാലത്ത് പറയുന്നത് രമണ മഹർഷിയാണ്. രമണ മഹർഷി ഒരിടത്ത് പറയുന്നുണ്ട്, നോക്കൂ, നിങ്ങൾ ഈശ്വരനിൽ ശരണാഗതി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈശ്വരന് കൈമാറി കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടേതല്ല, ഈശ്വരൻ്റേതാണ്. അതായത് എന്നിലെ ശിവന് ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എന്നിലെ ശിവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. നിഷ്കാമകർമ്മം കൊണ്ടും ഈശ്വരനിൽ ശരണാഗതി അടഞ്ഞുകൊണ്ടും ഭക്തിപൂർവ്വം ജീവിച്ചാൽ ഈ അവസ്ഥ നേടാം. അപ്പോൾ നിഷ്കാമകർമ്മം കൊണ്ട് ഈ മലങ്ങളെയെല്ലാം മാറ്റാൻ കഴിയും. അതുപോലെ ഈശ്വരനിൽ പരിപൂർണ ശരണാഗതി അടയുമ്പോൾ എന്നിലെ ശിവൻ തെളിഞ്ഞ് വരും. പിന്നെ രമണ ഭഗവാൻ പറയുന്നുണ്ട്, ഗുരുവിൽ സമ്പൂർണമായും ശരണാഗതി അടഞ്ഞാൽ ശിഷ്യൻ്റെ ദുഃഖത്തിന് മൂലകാരണമായ അഹന്ത നശിക്കുന്നു. വളരെ വലിയൊരു തത്വമാണ് പറയുന്നത്. ഗുരുവിൽ സമ്പൂർണമായി ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ, ശിവനിൽ സമ്പൂർണമായി ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ്റെ ദുഃഖത്തിൻ്റെ മൂലകാരണമായ അഹന്ത നശിക്കുന്നു. അതായത് എന്നിലെ മലങ്ങളെല്ലാം നശിക്കുന്നു. അഹന്ത, ഞാനെന്ന ഭാവം, അതാണ് ഏറ്റവും വലിയ മായ, ഏറ്റവും വലിയ മലം. ആ അഹംഭാവം മാറിക്കഴിയുമ്പോൾ മിഥ്യാരൂപമായ അഹന്തയുടെ നാശം കൊണ്ട് ആത്മാംശം തെളിഞ്ഞ് കിട്ടും. ആത്മാവിനെ, ശിവനെ, എന്നിലെ എന്നെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രമണ ഭഗവാൻ ഇവിടെ പറയുന്നത്. നോക്കൂ, ശിഷ്യൻ്റെ ദുഃഖത്തിന് മൂല കാരണം എന്താ? അഹന്തയാണ്. ഈ അഹന്തയെ പരിപൂർണമായി ഇല്ലാതാക്കിയാൽ മിഥ്യാരൂപമായ അഹന്തയുടെ നാശം തന്നെയാണ് ആത്മലാഭം. ആത്മസമർപ്പണം സമ്പൂർണ്ണമാണെങ്കിൽ എല്ലാ അവസ്ഥകളിലും ഈശ്വര ശക്തി തന്നെ സമസ്ത ഭാരങ്ങളും വഹിച്ച് നമ്മെ കാത്തുകൊള്ളും. ഇനി ശരിക്കും ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇതാണ്, അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ്. ആത്മസമർപ്പണം സമ്പൂർണ്ണമാണെങ്കിൽ എല്ലാ അവസ്ഥകളിലും ഈശ്വര ശക്തി തന്നെ സമസ്ത ഭാരങ്ങളും വഹിച്ച് നമ്മെ കാത്തുകൊള്ളും. നാം ഒന്നും ചെയ്യേണ്ടതില്ല. ഈശ്വരൻ എല്ലാ അവസ്ഥകളിലും ഈശ്വരശക്തി പ്രവർത്തിച്ച് നമ്മെക്കൊണ്ട് സമസ്ത ഭാരങ്ങളെയും ഇല്ലാതാക്കി നമ്മെ കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആത്മസമർപ്പണം സമ്പൂർണ്ണമാകണം. അങ്ങനെ വരുമ്പോൾ ഈശ്വരശക്തി തന്നെ നമ്മുടെ സമസ്ത ഭാരങ്ങളും ഏറ്റെടുക്കും. അതാണ് ഒരു ഗുരു ചെയ്യുന്നത്. ഗുരു ചെയ്യുന്നത് ശിഷ്യൻ്റെ സമ്പൂർണമായ ആത്മസമർപ്പണത്തിലൂടെ ശിഷ്യൻ്റെ എല്ലാ മലങ്ങളെയും ഗുരു തന്നെ ഏറ്റെടുക്കുന്നു. എന്നിട്ട് സമസ്ത ഭാരങ്ങളും, ശിഷ്യൻ്റെ സമസ്ത ഭാരങ്ങളും വഹിച്ച് ശിഷ്യനെ ഗുരു മുന്നോട്ടേക്ക് ആത്മീയ മാർഗത്തിൻ്റെ ഓരോ പടവുകളിലേക്കും ചവിട്ടിക്കയറാൻ ഗുരു എപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മിലെ ഗുരു എപ്പോഴും നമ്മെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് അപകടാവസ്ഥയിലും ഏത് പ്രശ്നങ്ങൾ നിറയുമ്പോഴും ഗുരു നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും നമ്മെ ആത്മീയ മാർഗത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ചുമതല എന്നുള്ളത് വളരെ വലുതാണ്. ആദ്യം ഗുരു ശിഷ്യൻ്റെ സമസ്ത ഭാരങ്ങളും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്, എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരു, എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കാൻ കഴിവുള്ളൊരു ഗുരു തൻ്റെ ശിഷ്യൻ്റെ സമസ്ത ഭാരങ്ങളും ഏറ്റെടുക്കുന്നു. എന്നിട്ട് ആ ശിഷ്യനെ ആത്മീയ മാർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കൈ പിടിച്ചുയർത്തുന്നു, ആരോഹണം ചെയ്യിക്കുന്നു. അതാണിത്. ഗുരു ശിഷ്യനെ ഭവസമുദ്രത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി മുകളിലേക്ക് നയിക്കുന്നു. ഇതാണ് ഗുരു
ചെയ്യുന്നത്. അപ്പോൾ ഗുരുവും ശിഷ്യനും ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശിഷ്യൻ ആത്മസമർപ്പണം നടത്തുമ്പോൾ ഗുരു ശിഷ്യൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത്, പിന്നെ ശിഷ്യനെ മുഴുവനും മുന്നോട്ടേക്ക് നയിക്കുന്നത് ഗുരുവിൻ്റെ ചുമതലയാണ്. അത് ഗുരു നിർവഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ശിഷ്യൻ പരിപൂർണ സ്വാതന്ത്ര്യം നേടുന്നു. ഗുരൂപസമർപ്പണത്തിലൂടെ, ഗുരുവിനെ മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നതിലൂടെ ശിഷ്യൻ എന്താണ് ചെയ്യുന്നത്? തൻ്റെ എല്ലാ ഭാരങ്ങളും ഗുരുവിൽ അർപ്പിക്കുന്നു. പിന്നെ ശിഷ്യന് യാതൊരു ഭാരങ്ങളുമില്ല. ശിഷ്യൻ പരമസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗുരുവിൻ്റെ ശിഷ്യനായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ആ ഗുരു തന്നെ വഹിച്ചുകൊള്ളും. മാത്രമല്ല, ശിഷ്യനെ ഏത് സമയത്ത് ഏത് പാതയിലൂടെ എങ്ങോട്ടേക്ക് നയിക്കണമെന്ന് ഗുരു നിരന്തരം തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരു ശിഷ്യനെ ആത്മീയ മാർഗത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം ഞാനെന്ന ഭാവം ആത്മസമർപ്പണത്തിലൂടെ മുഴുവനായിട്ട് ഒഴിയുകയാണ്. അത് ഒഴിവിലൊടുക്കത്തിൽ ഇത് പറയുന്നുണ്ട്. ഞാനെന്ന അനുഭവം ഒഴിയുന്നിടത്താണ് പരമാനുഭവം. ആനന്ദവും ലയിക്കുന്ന അതീതത്വമാണ് സാക്ഷാത്കാരം. ലൗകിക ബോധത്തിൽ അമർന്ന് ജീവിച്ചാൽ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. വിഷയങ്ങളെ ജീവാനുഭവത്താൽ അറിഞ്ഞ് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കി അഹംബുദ്ധിയിൽ അതോടുകൂടി രമിച്ച് വേറിടുമ്പോൾ സുഖദുഃഖ സമ്മിശ്രങ്ങൾ ജീവാത്മാക്കളെ എല്ലാം വരയ്ക്കുന്നു. അതിന് കാരണം കണ്ടെത്തി മൂല കാരണത്തെ ഒഴിവാക്കുന്ന അവസ്ഥയാണ് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ ഗുരു ശിഷ്യൻ്റെ എല്ലാ പാപഭാരങ്ങളെയും എല്ലാ കർമ്മവിനകളെയും ഒഴിവാക്കി സാക്ഷാത്കാരത്തിലേക്ക്, അനുഭൂതിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇതാണ് ഒഴിവിലൊടുക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം.